ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കേക്കിന്റെ ഡെലിവറി ഉണ്ടായിരുന്നു. തേവരയിലായിരുന്നു ഡെലിവറി. ആൻഡ് ആഷിമിന് കൊച്ചിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഈ കോല കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് ഇറങ്ങിയതാണ് കേക്കിന്റെ ഡെലിവറിക്ക് പോകാമെന്ന് ഓർത്തിട്ട്. ആൻഡ് ഓൾവേസ് കേക്കിന്റെ ഡെലിവറിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ സുഭാഷ് പാർക്കിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കാറൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. അവിടുത്തെ സിൽക്കണിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. സാക്കി ഒട്ടും ചോറ് കഴിച്ചിട്ടുണ്ടായില്ല ഉച്ചയ്ക്ക്. സോ അവരെന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വെത്ത് പോയതാണ്. ഇപ്പൊ എനിക്ക് മധുരം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ സ്വീറ്റ്സ് കിട്ടുന്ന സൈഡിലേക്കാണ് പോയത്. പക്ഷേ ഇപ്പൊ കുറെ ദിവസമായിട്ട് മധുരം കഴിക്കാനുണ്ട് ആശും എനിക്കത് മേടിച്ചു തന്നില്ല. ആൻഡ് പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ കുറച്ച് മേടിച്ചു. ആദ്യം മാൽക്കിസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ എടുത്തില്ല. പിന്നെ ജിംജാമാണ് മേടിച്ചത്. പിന്നെ ഒരു മാംഗോ ജ്യൂസ് മേടിച്ചു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. പിന്നെ നല്ല പീസ്ഫുൾ വൈബായിരുന്നു. ഒരു 4-5 മണിക്കൊക്കെ ശേഷം മറൈൻ ഡ്രൈവ് പോകുന്നവർക്ക് അറിയായിരിക്കും അവിടുത്തെ വ്യൂവിനെ പറ്റി. സൺസെറ്റ് ഒക്കെ കണ്ട് നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാം. പിന്നെ സിൽക്കന്റെ തന്നെ ഒരു ചെറിയ സ്നാക്ക് ഏരിയ ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവില്. അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു റോ അൽഫോൺസോ മാംഗോ ജ്യൂസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഭയങ്കര മോശം ജ്യൂസ് ആയിരുന്നു. കാണുമ്പോൾ നല്ല ലുക്ക് വൈസ് ഒക്കെ നല്ലതാണ്, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ വാട്ടിയ മാങ്ങയുടെ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. സോ ആരും ഇത് മേടിക്കരുത്. നമ്മുടെ ഫ്രൂട്ടി തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇത്രയും നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കുറച്ചു നേരം നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് വരുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് മനസ്സിൽ. ആൻഡ് ഇങ്ങനെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോഴും നമുക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി വ്ളോഗ്സ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആൻഡ് ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.